സംസ്ഥാനത്ത് കാലവർഷം എത്തുവാൻ വൈകുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ച തീയതി കഴിഞ്ഞിട്ടും മഴ ലഭിക്കാത്തത് കേരളത്തിൽ ആശങ്കയുയർത്തുന്നു. സാധാരണയായി ജൂൺ മാസത്തിന്റെ തുടക്കത്തിലോ അതിനു തൊട്ടു മുൻപോ എത്താറുള്ള കാലവർഷം ഇത്തവണ കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കാർഷിക മേഖലയ്ക്കും പൊതുജനങ്ങൾക്കും തിരിച്ചടിയാവുകയാണ്. കാലവർഷത്തിന്റെ വരവിനെ കുറിച്ച് IMD നൽകിയ പ്രവചനങ്ങൾ നിലവിൽ കേരളത്തിൽ ഫലപ്രദമായിട്ടില്ല. ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും അന്തരീക്ഷ സ്ഥിതികൾ മഴയെ അനുകൂലിക്കുന്നതാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് കേരള തീരത്തേക്ക് എത്തുവാൻ വൈകുകയാണ്. മഴയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നതോടെ താപനിലയിൽ വൻ വർധനവാണ് സംസ്ഥാനത്തുടനീളം അനുഭവപ്പെടുന്നത്. കേരളത്തിന്റെ കാർഷിക കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം കാലവർഷത്തിന്റെ കൃത്യമായ വരവ് നിർണായകമാണ്. നെൽകൃഷി ഉൾപ്പെടെയുള്ള വിത്തിറക്കൽ സമയങ്ങൾ മഴയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. മഴ വൈകുന്നത് കാർഷിക ഉൽപാദനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു. കൂടാതെ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പും നിലവിൽ താഴ്ന്ന നിലയിലാണ് ഉള്ളത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം കാലവർഷത്തിന്റെ ഗതിയിൽ മാറ്റങ്ങൾ വരുന്നത് പതിവാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. മഴയുടെ അളവിലും സമയത്തിലും വരുന്ന ഇത്തരം മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ അനുഭവപ്പെടുവാനാണ് സാധ്യത. നിലവിലെ അവസ്ഥ തുടർന്നാൽ വരും ദിവസങ്ങളിൽ മഴയുടെ ലഭ്യതയിൽ കുറവുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റ് പോലുള്ള പ്രതിഭാസങ്ങൾ കാലവർഷത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയതാകാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മഴയുടെ വരവ് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകും എന്നാണ് IMD നൽകുന്ന സൂചന. SS Gold, pure gold. SS Group, Nilambur.